പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ RSSുമായിട്ടുള്ള ബന്ധം, അത് നിങ്ങൾ എന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് DYFI അല്ല, അതിൻ്റെ അപ്പുറത്തുള്ളവർ വിചാരിച്ചാലും എന്നെ അതിൽ നിന്ന് തടയാൻ പറ്റില്ല. കാരണം MK മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 62-ാം വയസ്സിൽ കള്ളക്കടത്ത് നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ല ഞാൻ. അപ്പം നിങ്ങൾ മറ്റവരൊക്കെ മറന്നുപോയോ? ഈ കള്ളക്കടത്ത് നടത്തുന്ന പിന്നെ CMന്റെ ഓഫീസിലുണ്ടായിരുന്നില്ലേ? ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള സ്വപ്നയുടെ വിഷയം എന്താ നിങ്ങൾ സംസാരിക്കാത്തത്? അപ്പോൾ അതൊക്കെ കേസ് തീർന്നോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കേസ് ഇല്ലാത്ത ആളുകളുമായി ഞാൻ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? എന്നാൽ ഇവർക്കൊക്കെ ബന്ധപ്പെടാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അമാന ഉണ്ടല്ലോ, അമാനയിൽ നിന്ന് അമ്മാനക്ക് പിന്നെ ഇത് മാത്രമൊന്നുമല്ല, അവർ ഗോൾഡ് ബിസിനസ്സൊന്നുമില്ല, അവർക്ക് വേറെ പല ബിസിനസ്സസും ഉണ്ട്. അവിടെ അവർക്ക് ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ മുഴുവൻ പരിപാടിയും സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ അവിടെ പോയി സൗജന്യമായി പരിപാടി നടത്തുന്നു, സ്പോൺസർഷിപ്പ് വാങ്ങുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക നേതാവ് ഞാനിതൊന്നും കേൾപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞ അമ്മാനല്ലേ? അത് താമരശ്ശേരി പള്ളിപ്പുറം ഏർപ്പോണ ബ്രാഞ്ചിലെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ബാബുവാ. അപ്പൊ ഞാൻ ഒരു വർഷം മുമ്പ് എങ്ങനെ ഇതുപോലെ രൂപത്തിലേകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് ഈ ആഗസ്റ്റ് 1 മുതൽ 15 വരെ ദിവസങ്ങളിലാണ്. നമ്മൾ ഈർപ്പോണ പ്രദേശത്ത് നല്ലൊരു പൈസ മുകളിലോട് കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങളെ പാർട്ടിന്റെ സ്ഥിതി അങ്ങനെ, നമ്മുടെ പ്രദേശത്ത് നിന്ന് കുറച്ച് പൈസ പിരിച്ച് അങ്ങോട്ട് കൊടുക്കും. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കണം. പറയുന്നില്ല. ഇക്കു എന്ന് പറയുന്ന ആളാണ് ഈ അമാനയുടെ ഹെഡ്. CPM സമ്മേളനത്തിന് പൈസ ചോദിക്കുകയാണ്. അപ്പൊ MK മുനീർ ഇവരൊന്നും തൊടാൻ പാടില്ല. ഞാൻ ഇവരുടെ പേരിൽ കേസില്ല എന്ന് പിന്നെ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. കേസ് ഉണ്ടെങ്കിൽ പോലീസല്ലേ എന്നോട് ബന്ധം. ഞാൻ MLA അല്ലേ? MLA ആകുമ്പം എന്നോട് അടുത്ത് പോലീസ് വന്ന് പറയണ്ടേ, നിങ്ങൾ ബന്ധപ്പെടുന്ന ആള് ഇന്ന പ്രശ്നങ്ങളിലുള്ള ആളാണ്, MLA എന്നുള്ള നിലക്ക് നിങ്ങൾ കോഷ്യസ് ആകണം എന്ന് പോലീസ് പറയണ്ടേ? ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പോലീസ് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറൊരു സ്പോൺസർഷിപ്പിന് ആലോചിക്കാം. പക്ഷെ ഇത് നിങ്ങൾ മുഴുവൻ പൈസയും, ഞാൻ പൈസ വാങ്ങിയിട്ടില്ലല്ലോ, ഞാൻ അവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോകുന്നവർക്ക് ഒരു അക്കോമഡേഷൻ വേണം എന്ന് പറയുന്നതേ ഉള്ളൂ. അക്കോമഡേഷൻ അവർ കൊടുക്കുന്നു, ജോലി കിട്ടുന്നു. ജോലി കിട്ടിയിട്ട് പിന്നെ സന്തോഷത്തോടു കൂടി പറയുന്ന ആള്. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ശ്രീജിത്താണ്. എൻ്റെ ജോലിയൊക്കെ ഏതാണ്ട് കിട്ടി, ഒക്കെ സെറ്റായി. വിസ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. മെഡിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ട് അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക്, അടുത്ത മാസം ആകുമ്പോഴേക്ക് ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായാലും വലിയൊരു കാര്യം നമ്മൾ ചെയ്തു തന്നെന്തായാലും മറക്കൂല. നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് തന്നതിന് വലിയ കാര്യമാണ് നടത്തി തന്നത് എന്ന് പറയുന്ന ശ്രീജിത്ത്. ആ ശ്രീജിത്ത് അവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മകനാണ്.